നമസ്കാരം സുഹൃത്തുക്കളെ, മലയാളത്തിന്റെ 4ാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് 172/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനല്. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാരും അതേപോലെ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടാവുമല്ലോ, അപ്പൊ അതിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ താഴെ കമന്റുകളൊന്ന് രേഖപ്പെടുത്തുക. ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുക, അതിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് ഫസ്റ്റ് ഈ 91ാമത്തെ ക്വസ്റ്റ്യൻ PSC എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള പദശുദ്ധികളിലൊന്ന് നമുക്ക് നോക്കാം. നമ്മൾ 35/23 ഒരു ചോദ്യമാണ്. വലിപ്പം എങ്ങനെ എഴുതാം? നമ്മൾ വലുപ്പം എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? വലുപ്പം എന്നാണ് കേട്ടോ. നമ്മൾ സാധാരണ വലിപ്പം എന്ന് പറയില്ലേ, വലിപ്പം ഇങ്ങനെ ലാ വള്ളി പറയില്ലേ, പക്ഷെ അത് തെറ്റാണ് കേട്ടോ. വലുപ്പം എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. അതേപോലെ തന്നെ 38/23 ചോദ്യമാണ്. അഖിലേഷൻ എങ്ങനെയാണ് എഴുതുക? അഖിലേഷൻ ഈ ഘായാണ് കേട്ടോ, നഖത്തിലെ ഘായാണ് അഖിലേഷൻ. മനസ്സിലായോ? അഖിലേഷൻ. അതേപോലെ 38/23 തന്നെ വീണ്ടും ഒരു ചോദ്യമാണ്. നമ്മൾ പ്രദക്ഷിണം എന്ന് പറയില്ലേ, പ്രദക്ഷിണമാണോ? എങ്ങനെയാണ് ആൻസർ വരിക? പ്രദക്ഷിണമാണ് കേട്ടോ. പ്രദക്ഷിണം ഇങ്ങനെയാണ് എഴുതാട്ടെ. ദാ കഴിഞ്ഞിട്ട് ഒരിക്കലും വള്ളി പാടില്ല കേട്ടോ. പ്രദക്ഷിണമാണ് ശരിയായിട്ടുള്ളത്. അതേപോലെ 40/23 ഒരു ചോദ്യം നോക്കാം. പ്രായശ്ചിത്തം കേട്ടോ. പ്രായശ്ചിത്തം എങ്ങനെ എഴുതും? പ്രായശ്ചിത്തം എഴുതേണ്ടത് പ്രായശ്ചിത്തം. ഓക്കെ ഈ ശ മനസ്സിലായോ? ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ, പ്രായശ്ചിത്തം. അതേപോലെ 47/23 ഒരു ചോദ്യം നോക്കാം. അസ്തമയം എങ്ങനെ എഴുതും? അസ്തമയം ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അസ്തമയം എന്താണ്? അസ്തമയം കറക്റ്റ്. അതായത് അസ്തമനം എന്നൊക്കെ തരും കേട്ടോ. അസ്തമയം എന്നൊക്കെ തരും. അപ്പൊ ഇതാണ് കറക്റ്റ്. അസ്തമയമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അതേപോലെ 60/23 ഒരു ചോദ്യം നോക്കാം. ശരിയായ പദം ഏത് എന്ന ചോദ്യത്തിന് ആൻസർ അഭിവാജ്ഞ എന്നുള്ളത് കേട്ടോ. അഭിവാജ്ഞ എങ്ങനെയാണ് എഴുതുക? അഭിവാജ്ഞ കണ്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ 3, 6 നമ്മൾ 6 ചോദ്യ പേപ്പറിലെ പരിശുദ്ധി എടുത്ത് നോക്കി കണ്ടോ. അങ്ങനെ നമ്മൾ ഇതേപോലെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. 10 മാർക്ക് എന്ന് പറയുന്നത് സുരക്ഷിതമായിരിക്കും കേട്ടോ. അങ്ങനെ തരും ഞാൻ ക്ലാസ് കേട്ടോ. സപ്പോർട്ട് മാത്രം തന്നാൽ മതി, വേറെ നിങ്ങൾ 1 രൂപ മുതൽ മുടക്ക് വേണ്ട. മനസ്സിലായോ? അപ്പൊ 35/23 ചോദ്യം വലുപ്പം എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ. വലുപ്പം വലുപ്പം. അഖിലേഷൻ ഘ നഖത്തിലെ ഘയാണ് കേട്ടോ. അഖിലേഷൻ. പ്രദക്ഷിണം. പ്രായശ്ചിത്തം ച എന്നുള്ളത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ഈ ചായാണ് കേട്ടോ. പ്രായശ്ചിത്തം. അസ്തമയം. അഭിവാജ്ഞ കേട്ടോ. അഭിവാജ്ഞ. 7ാമത്തേത് ശ്രദ്ധിക്കണം. 6ാമത്തെ ശ്രദ്ധിക്കണം. അഭിവാജ്ഞ തെറ്റിക്കാൻ പാടില്ല. ട്ടോ അഭിവാജ്ഞ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത നോക്കിക്കേ. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീതാർത്ഥമായിട്ട് വരുന്ന പദം ഏതാണ്? ഉപക്രമം ഏതാണ് വരിക? ആൻസർ ഡി ആണ് കേട്ടോ. ഉപക്രമം എന്താണ്? ഉപസംഹാരമാണ് കേട്ടോ. ഉപസംഹാരം. ഉപക്രമം എന്താണ്? ഉപസംഹാരം. മറക്കരുത്. ഉപക്രമം ഉപസംഹാരം പറഞ്ഞു തന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യാം, മനസ്സിൽ പറഞ്ഞു ഇതാക്കുക കേട്ടോ. ഉപക്രമം ഉപസംഹാരം. ഇവിടെ 3, 6, 7, 8, 11 ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രീവിയസ് ചോദ്യങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. വിപരീത പദത്തിൽ നിന്നും ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഞാൻ ഇടതുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കിക്കേ. പ്രശാന്തത്തിന്റെ വിപരീത പദം എന്താണ് വരിക? പ്രശാന്തം. പ്രക്ഷുബ്ധമാണ് കേട്ടോ. പ്രശാന്തത്തിന്റെ വിപരീത പദം എന്താണ്? പ്രശാന്തം.
പ്രക്ഷുബ്ധം ട്ടോ, പ്രക്ഷുബ്ധമാണ്. ദൃഢം, ദൃഢം ശിഥിലമാണ്, ദൃഢം ശിഥിലമാണ്. ജാഗ്രത, ജാഗ്രത സുഷുപ്തിയാണ് കേട്ടോ. ജാഗ്രത എന്താണ്? സുഷുപ്തിയാണ്. ത്യാജ്യം ഗ്രാഹ്യമാണ്, ത്യാജ്യം ഗ്രാഹ്യമാണ്. താപം തോഷം ആണ്, താപം തോഷം. വിവൃതം സംവൃതം, വിവൃതം എന്താണ്? സംവൃതമാണ്. ഓക്കെ, അതേപോലെ ഇത് ഡിലീഷൻ വിടുക. ചഞ്ചലം എന്താണ്? അചഞ്ചലമാണ്. ചഞ്ചലം അചഞ്ചലം. പുഞ്ച നഞ്ച, പുഞ്ച നഞ്ച. ആസ്തിക്യം, ആസ്തിക്യം എന്താണ് വരിക? നാസ്തിക്യമാണ് കേട്ടോ. ആസ്തിക്യം നാസ്തിക്യം. ആസ്തിക്യം ചിലപ്പോ കേൾക്കുമ്പോ അനാസ്തിക്യം എന്നൊക്കെ തോന്നും. ആസ്തിക്യം അനാസ്തിക്യം തെറ്റാണ് കേട്ടോ. ആസ്തിക്യം എന്താണ്? നാസ്തിക്യമാണ്. ക്ഷയം, ക്ഷയം, ക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മള് അസുഖം, ട്യൂബർകുലോസിസ് ക്ഷയമല്ല. ഇവിടെ ക്ഷയം എന്ന് പറയുമ്പോൾ എന്താണ്? ആ താഴ്ച, താഴ്ച. നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പൊ അഭിവൃദ്ധി ഉണ്ടാകുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ അഭിവൃദ്ധി ഇല്ലാതെ പൈസയൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥ, നമ്മൾ ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥ അല്ലെ, അതാണ് ഇവിടെ കേട്ടോ. ക്ഷയം വൃദ്ധിയാണ്. പുരോഗതി, പുരോഗതി എന്താ? അധോഗതിയാണ് കേട്ടോ. പുരോഗതി അധോഗതിയാണ്. അധികം, അധികം ന്യൂനമാണ്, ന്യൂനം കുറവാണ് അല്ലെ, ന്യൂനം കുറവാണ്. അപ്പൊ പ്രശാന്തം പ്രക്ഷുബ്ധം. പ്രശാന്തം എന്താണ് വിപരീത പദം? പ്രക്ഷുബ്ധം. പ്രശാന്തം പ്രക്ഷുബ്ധം പഠിച്ചോളണം. പ്രശാന്തം പ്രക്ഷുബ്ധം. ദൃഢം ശിഥിലം, ദൃഢം ശിഥിലം. ജാഗ്രത സുഷുപ്തി, ജാഗ്രത സുഷുപ്തി. ത്യാജ്യം ഗ്രാഹ്യം, ത്യാജ്യം ഗ്രാഹ്യം. താപം തോഷം. വിവൃതം സംവൃതം. ചഞ്ചലം അചഞ്ചലം. പുഞ്ച നഞ്ച. ആസ്തിക്യം നാസ്തിക്യം. ക്ഷയം വൃദ്ധി. പുരോഗതി അധോഗതി. അധികം ന്യൂനം. എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് പൂവമ്പിനെ പിരിച്ചെഴുതുക? ചെയ്തു നോക്കാനാണ്. വീഡിയോ പോസ്റ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് കേൾക്കാം, എന്താണ് ആൻസർ ചെയ്യുക. പോയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ചെയ്തു നോക്കിയേ പറ്റൂ. ഏതാണ്? പൂവമ്പ് അല്ലെ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ പൂ അധികം അമ്പ് ആണ് പൂവമ്പ് എന്ന് പറയുന്നത്. ആൻസർ ഏത് വരും? ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. പൂ അധികം അമ്പ് പൂവമ്പ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട്, പ്രീവിയസ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പിരിച്ചെഴുതി നോക്കിക്കേ, ഒന്ന് പിരിച്ചെഴുതി നോക്കിക്കേ. വിറ്റു, വിറ്റു എങ്ങനെ പിരിച്ചെഴുതും? ഇതാ, ബില് അധികം തൂ ആണ് വിറ്റു. മനസ്സിലായോ? ബില് അധികം തു ആണ് വിറ്റു. അയാൾ, അയാൾ എന്ന പദം പിരിച്ചെഴുതിയാൽ ആ അധികം ആൾ ട്ടോ. ആ അധികം ആൾ അയാൾ. മനസ്സിലായോ? വിദ്യുച്ഛക്തി, വിദ്യുച്ഛക്തി എങ്ങനെ പിരിച്ചെഴുതുക? വിദ്യുത്, വിദ്യുത് അധികം ശക്തി ആണ് വിദ്യുത് ശക്തി. ചലച്ചിത്രം, ചലച്ചിത്രം. ചല അധികം ചിത്രം ചലച്ചിത്രം ട്ടോ. ചല അധികം ചിത്രം. സോറി, ചലത്തിലെ ഇവിടെ സോറി ചലത് അധികം ചിത്രമാണ് ചലച്ചിത്രം ട്ടോ. ചലത് ട്ടോ എന്നെ ചലത് അധികം ചിത്രമാണ് ചലച്ചിത്രം. അടുത്തത് കൈയക്ഷരം, കൈയക്ഷരം. എങ്ങനെയാണ് പിരിച്ചെഴുതുക? കൈയക്ഷരം, കൈ അധികം, കൈ അധികം അക്ഷരം, കൈ അധികം അക്ഷരമാണ് കൈയക്ഷരം. ചെപ്പേട്, ചെപ്പേട്. ഇതൊക്കെ ഒന്ന് പിരിച്ചെഴുതുമ്പോ ഒന്ന് നമ്മൾ എക്സാം ഹാളിൽ ഒന്ന് നമുക്ക് ഒരു അവിടെ ഇരുത്തും നമ്മളെ അല്ലെ. ചെപ്പേട് എങ്ങനെ പിരിച്ചെഴുതും? കാരണം ഓപ്ഷനൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ടഫാണ് കേട്ടോ. ചെപ്പേട് എന്നൊക്കെ പിരിച്ചെഴുതുമ്പോ ചെമ്പ് അധികം ഏട് കേട്ടോ. ചെമ്പ് അധികം ഏടാണ് ചെപ്പേട് എന്ന് പറയുന്നത്. അപ്പൊ ചെപ്പ് അധികം ഏട് തരും അല്ലെ. നമ്മൾ വേഗം ഒരു ചെപ്പേട് എന്ന് എഴുതുമ്പോ അതിൽ ഓപ്ഷനും ഉണ്ട്. ചെപ്പ് അധികം ഏട്, നമ്മൾ വേഗം ചെപ്പേട് അത് എഴുതി വെക്കും. അതല്ല, ചെമ്പ് അധികം ഏടാണ് എന്ത്
എന്താ ആൻസർ വരിക? ചെപ്പേട് എന്ന് വരിക. വെണ്ണക്കട്ടുണ്ണി, 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 വെണ്ണക്കട്ടുണ്ണി. എങ്ങനെയാണ് പിരിച്ചെഴുതുക? നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം തരികയാണ്. എങ്ങനെ തരിക? വെണ്ണ അധികം കട്ട അധികം ഉണ്ണി. വെണ്ണ അധികം കട്ട അധികം ഉണ്ണിയാണ് വെണ്ണക്കട്ടുണ്ണി എന്ന് പറയുന്നത്. വെഞ്ചാമരം, വെഞ്ചാമരം, വെൺ അധികം ചാമരം, വെൺ അധികം ചാമരം, വെഞ്ചാമരം. ഇനി നന്നൂല്, നന്നൂൽ എങ്ങനെ പിരിച്ചെഴുതും? നല് ട്ടോ, നല് അധികം നൂൽ ആണ് നന്നൂൽ. നല് അധികം നൂൽ ആണ് നന്നൂൽ. മനസ്സിലായോ? വിറ്റു എങ്ങനെ എഴുതി? വില് അധികം തു ആണ് വിറ്റു. അയാൾ, ആ അധികം ഇവിടെ ആൾ എന്നാണ് ഇവിടെ നോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ അതില് അൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. തെറ്റാണത്. ആൾ, അയാൾ അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ നീട്ടൂലേ? അപ്പൊ അതേപോലെ ആ അധികം ആൾ. വിദ്യുത് ശക്തി, വിദ്യുത് അധികം ശക്തി. ചലച്ചിത്രം, ചലത് അധികം ചിത്രം. കൈയക്ഷരം, കൈ അധികം അക്ഷരം, കൈയക്ഷരം. ചെപ്പേട്, ചെമ്പ് അധികം ഏടാണ് കേട്ടോ. ചെമ്പ് അധികം ഏടാണ് ചെപ്പേട്. വെണ്ണക്കട്ടുണ്ണി, വെണ്ണക്കട്ടുണ്ണി, വെണ്ണ അധികം കട്ട അധികം ഉണ്ണി. വെഞ്ചാമരം, വെൺ അധികം ചാമരം. നന്നൂൽ എന്താ? നന്നൂൽ നല് അധികം. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏതാണ്? ഏതാണ് താഴെ തന്നിട്ടുള്ള സ്ത്രീലിംഗത്തിന് ഉദാഹരണം? അതില് നങ്ങ്യാരാണ് കേട്ടോ. നമ്പ്യാർ ആണ് എന്ത്? പുല്ലിംഗം കേട്ടോ. നമ്പ്യാർ ആണ് പുല്ലിംഗം. അതിന്റെ സ്ത്രീലിംഗമാണ് ഏത്? നങ്ങ്യാർ എന്ന് പറയുന്നത്. അപ്പൊ കൈമൾ, സഞ്ചാരി, തപസ്വി ഒക്കെ എന്താ? പുല്ലിംഗത്തിന് ഉദാഹരണം ആണ്. ഇവിടെ നോക്കിക്കേ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വലതുവശത്ത് കൊടുത്തിട്ടുണ്ട്. കോഴി എന്ന് പറയുന്നത് ഏത് ലിംഗമാണ്? സ്ത്രീലിംഗമാണോ, പുല്ലിംഗമാണോ, ഉഭയലിംഗമാണോ? ഏതാണ് വരിക? കോഴി. കോഴി ഉഭയലിംഗമാണ് കേട്ടോ. കോഴി ഏതാണ്? ചോദ്യമാണ് കേട്ടോ. അത് പ്രീവിയസ് ചോദ്യമാണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ കോഴി, സാധാരണ ഒരു കോഴി പറയൂല്ലേ. ഇപ്പം ഒരു മനുഷ്യൻ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു ഉഭയലിംഗമാണ് അല്ലേ. അതിൽ സ്ത്രീയും വരും പുരുഷനും വരും അല്ലെ, ഉഭയലിംഗം. അപ്പൊ കോഴി എന്ന് പറയുമ്പോ പെണ്ണു പിടക്കോഴി ഉണ്ടാകും, പൂവൻ കോഴി. അതിന് കോമൺ ആയിട്ട് നമ്മൾ എന്ത് പറയുന്നു? കോഴി എന്ന് പറയുന്നു. അപ്പൊ കോഴി ഏത് പദമാണ്? ഉഭയലിംഗത്തിലാണ് കോഴി വരുന്നത് കേട്ടോ. വിദ്വാൻ, പ്രീവിയസ് നമ്മൾ കഴിഞ്ഞ ഒരു ചോദ്യ പേപ്പറിലും പഠിച്ചതാണ് അല്ലെ. വിദ്വാൻ എന്താണ്? വിദുഷിയാണ് അല്ലെ. വിദ്വാന്റെ സ്ത്രീലിംഗം എന്താണ്? വിദുഷിയാണ് കേട്ടോ. സ്ത്രീലിംഗം പുല്ലിംഗത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. വിദ്വാൻ, വിദ്വാൻ പുല്ലിംഗമാണ്, വിദുഷി സ്ത്രീലിംഗമാണ്. അതുപോലെ സ്ത്രീലിംഗ പ്രത്യയങ്ങളാണ്, ചോദ്യമാണ് കേട്ടോ. അത് പ്രീവിയസ് ആണ്. അൾ, ഇ എന്നിവ എന്താണ്? സ്ത്രീലിംഗ പ്രത്യയം ആണ്. ഓക്കെ, അൾ, ഇ അതായത് അവൾ അല്ലേ. അവൾ, അൾ കണ്ടോ. ഇവൾ അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താ? സ്ത്രീലിംഗ പ്രത്യയമാണ്. അപ്പൊ ഈ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഈ എന്താണ്? സ്ത്രീലിംഗ പ്രത്യയം ആണ്. അൾ, ഇ എന്നിവ സ്ത്രീലിംഗ പ്രത്യയം ആണ്. കവി, ഇതാർക്കും അറിയാത്തത് അല്ലേ. ഇതാ യാവളി, താവളി അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. കവയിത്രി. ദർശകൻ എന്താ? സ്ത്രീലിംഗം. ദർശകന്റെ സ്ത്രീലിംഗം ദർശകയാണ് കേട്ടോ. ദർശക, ദർശക. നമ്പ്യാർ നമ്മളിപ്പോ പഠിച്ചു. നങ്ങ്യാർ അല്ലെ. നമ്പ്യാർ കണ്ടോ. പ്രീവിയസ് ചോദ്യം വന്നത് കണ്ടോ. അപ്പൊ വീണ്ടും ആവർത്തിച്ചത് എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചത്? നമ്പ്യാർ, നങ്ങ്യാർ. ഗൃഹി, ഗൃഹി. ഗൃഹിയുടെ സ്ത്രീലിംഗ പ്രത്യയം എന്താണ്? ഗൃഹിണിയാണ് കേട്ടോ. ഗൃഹിണി. മഹതി സ്ത്രീലിംഗ പദമാണ് കേട്ടോ. മഹതി, മഹാൻ അല്ലെ. മഹാൻ, മഹതി അല്ലെ. മഹതി എന്താണ്? സ്ത്രീലിംഗ പദമാണ്. അതുപോലെ പിഷാരടി, ഭവാൻ എന്നിവ പുല്ലിംഗ പദങ്ങളാണ് കേട്ടോ. പിഷാരടി, നമ്മൾ രമേശ് പിഷാരടിനെ ആലോചിച്ചാൽ മതി. പിഷാരടി എന്താ? അതൊരു ആള് എന്താണ്? പുരുഷനല്ലേ. പുല്ലിംഗം. പിഷാരടി പുല്ലിംഗം. ഭവാൻ, ഭവതി അല്ലെ. ഭവാൻ പുല്ലിംഗമാണ്. ഭവതി എന്താ? ഭവതി എന്താ? സ്ത്രീലിംഗമാണ് അല്ലെ. ഭവാൻ പുല്ലിംഗമാണ്, ഭവതി സ്ത്രീലിംഗമാണ്.
മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം ഇവിടെ സ്ഥൂലമാണ് കേട്ടോ. അപ്പൊ മഞ്ഞിന് പര്യായ പദങ്ങൾ പഠിച്ചു വെച്ചോ. ഹിമം, നീഹാരം, തുഖിനം, ഇതൊക്കെ എന്താണ്? മഞ്ഞിന്റെ പര്യായ പദങ്ങളാണ് കേട്ടോ. തുഖിനം, ഹിമം നമുക്ക് കിട്ടും അല്ലെ, നിഹാരം കിട്ടും, അതുപോലെ തുഖിനം കിട്ടില്ല അല്ലെ. തുഖിനം എന്താണ്? മഞ്ഞിന് പര്യായ പദങ്ങളാണ്. അപ്പൊ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എല്ലാം ഇവിടെ ലെഫ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ലജ്ജ, ലജ്ജയുടെ പര്യായം ലജ്ജ ഏതൊക്കെ വരും? ലജ്ജയ്ക്ക് വ്രീള, എന്തൊക്കെയാണ്? ലജ്ജയ്ക്ക് വ്രീള, അതുപോലെ മന്ദാക്ഷം, മന്ദാക്ഷം, വ്രീള, മന്ദാക്ഷം, പിന്നെ ത്രഭ, ഇതൊക്കെ എന്താണ്? ലജ്ജയ്ക്ക് പര്യായ പദങ്ങളാണ്. നമ്മൾ പറയും ലജ്ജ, ലജ്ജാലുവായി നിന്നു എന്നൊക്കെ പറയില്ലേ, ഭയങ്കര ലജ്ജയാണ് അവൾക്ക് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. എന്താ ലജ്ജയ്ക്ക് പര്യായ പദങ്ങൾ? വ്രീള, മന്ദാക്ഷം, വ്രീള, മന്ദാക്ഷം, ത്രഭ, വ്രീള, മന്ദാക്ഷം, ത്രഭ. പത്തനം, എന്താ പത്തനം? പത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടണമാണ് കേട്ടോ. പത്തനം എന്ന് പറഞ്ഞാൽ പട്ടണമാണ്. പത്തനം, പട്ടണം. ഭൂമി, ഭൂമിക്ക് നമുക്ക് എന്ത് പറയാം? ഇള എന്ന് പറഞ്ഞാലും, നിളയല്ല, നിള നദിയാണ്, ഇവിടെ ഇള ഭൂമിയാണ് കേട്ടോ. ഇള എന്ന് പറഞ്ഞാൽ എന്താണ്? മേദിനി അല്ലെ, ഭൂമിയാണ് അല്ലെ, മേദിനി ഭൂമിയാണ്. ഇള എന്ന് പറഞ്ഞാലും നമ്മൾ ഭൂമി, ഭൂമി എന്ന് പറയും. ആ ഭൂമിക്ക് പകരം നമുക്ക് എന്ത് പറയാം? ഇള എന്ന് പറഞ്ഞാലും ഭൂമിയാണ് അർത്ഥം, മേദിനി എന്ന് പറഞ്ഞാലും ഭൂമിയാണ് അർത്ഥം. ഇനി മനസ്സ, എന്താ മനസ്സ? മനസ്സിക്ക് എന്തൊക്കെ പര്യായ പദങ്ങൾ വരും? ജഗത്ത്, ജഗത്ത് എന്താ? മനസ്സയാണ്. ഗൗരി മനസ്സയാണ്. നിത്യ, നിത്യ പത്മാവതി, നിത്യ പത്മാവതി, നിത്യ പത്മാവതി, അതുപോലെ വിഷഹര, വിഷഹര, ഇതൊക്കെ മനസ്സയ്ക്ക് പര്യായ പദങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ചോദ്യങ്ങളാണ്, ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജഗത്ത്, ഗൗരി, നിത്യ പത്മാവതി, വിഷഹര, ഇതൊക്കെ മനസ്സയുടെ പര്യായ പദങ്ങളാണ്. അച്ഛൻ, അച്ഛനെ നമുക്ക് എന്തു പറയാം? അച്ഛനെ ജനകൻ എന്ന് പറയാം അല്ലെ. ജനകൻ, ജനയിതാവ് എന്നൊക്കെ പറയാം. ജനകൻ, ജനയിതാവ് എന്നൊക്കെ അച്ഛന്റെ പര്യായ പദങ്ങളാണ്. കരി, കരി എന്നർത്ഥം എന്ത് വരും? കരി, നമ്മൾ സാധാരണ കരി പറയാറില്ലേ, ഇങ്കാലം എന്ന് പറഞ്ഞാലും കരിയാണ് കേട്ടോ. കരിയുടെ അർത്ഥം എന്ത് വരും? ഇങ്കാലം, ഇങ്കാലം എന്ന് പറഞ്ഞാലും കരിയാണ്. ഇനി സ്വർണത്തിന് നമുക്ക് എന്തൊക്കെ പര്യായ പദങ്ങൾ വരാം? സ്വർണത്തിന് ഹേമം അല്ലെ, ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. ഹിരണ്യം എന്ന് പറഞ്ഞാലും സ്വർണമാണ്. ഹേമകം എന്ന് പറഞ്ഞാലും സ്വർണമാണ് കേട്ടോ. ഹേമം, ഹേമകം, ഹിരണ്യം, ഹേമം, ഹേമകം, ഹിരണ്യം എന്താണ്? സ്വർണമാണ്. മോതിരം എന്തൊക്കെ പര്യായം വരാം? മോതിരത്തിന് അങ്കുലീയം, എന്താണ്? അങ്കുലീയം, അത് നമുക്കറിയാം അല്ലെ, വിരലിൽ അണിയുന്നതാണ് അങ്കുലീയം. പിന്നെ ഊർമിക എന്ന് പറഞ്ഞാലും മോതിരമാണ്. നമ്മൾ എപ്പോഴും മോതിരം, മോതിരം പറയും അല്ലെ. മോതിരത്തിന് നമുക്കിനി വാക്കുകൾ മാറ്റി പിടിക്കാം. അങ്കുലീയം എന്ന് പറഞ്ഞാലും മോതിരമാണ്. ഊർമിക എന്ന് പറഞ്ഞാലും മോതിരമാണ്. ഊർമിളയുടെ കയ്യില് മോതിരം ഇട്ട് കൊടുത്തു എന്ന് കണക്കാക്കുക കേട്ടോ. ഊർമിളയുടെ കയ്യില് മോതിരം ഇട്ട് കൊടുത്തു, മനസ്സിലായോ? ഊർമിക. ഇനി കുതിര, കുതിരയ്ക്ക് എന്തൊക്കെ പര്യായങ്ങൾ വരും? ഗോഡകം, ഇവിടെ ശ്രദ്ധിക്കണേ, ഗോഡകം, ഗോഡകം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. പിന്നെ വാജി കുതിരയാണ്. തുരകം കുതിരയാണ് കേട്ടോ. ഗോഡകം, വാജി, തുരകം കുതിരയാണ്. ഇനി രാത്രി എന്തൊക്കെ പര്യായങ്ങൾ വരും? രാത്രിക്ക് നമുക്ക് എന്തൊക്കെ പര്യായങ്ങൾ കൊടുക്കാൻ അവിടെ ആരോ മാർക്ക് ഇടാം കേട്ടോ. നിശ അല്ലെ, നിശ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. പിന്നെ ത്രിയാമ കേട്ടോ. ത്രിയാമ എന്ന് പറഞ്ഞാലും രാത്രിയാണ്. ക്ഷണധ എന്ന് പറഞ്ഞാലും രാത്രിയാണ്. നിശ, ത്രിയാമ,
പിന്നെ നിശാത്രിയാമ ക്ഷണത ട്ടോ, ക്ഷണത ക്ഷണത അല്ലെ. നിശാത്രയാമ ക്ഷണത രാത്രിയുടെ പര്യായ പദങ്ങളാണ്. ഇനി നദിക്ക് പര്യായം. നദി, നദിക്ക് എന്തൊക്കെ പര്യായ പദങ്ങൾ വരാം? നദിക്ക് എന്തൊക്കെ പര്യായങ്ങൾ വരാം? ദീപവതി. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കണേ. ദീപവതി എന്താണ്? ദീപവതി എന്താണ്? ഇവിടെ ഇതാട്ടോ. നദിക്ക് പര്യായ പദങ്ങൾ എന്തൊക്കെ വരും? ദീപവതി, ദീപവതി. പിന്നെ ദീപവതി ധുനി നദിയാണ് കേട്ടോ, ധുനി നദിയാണ്. സ്രോതസ് നദിയാണ് കേട്ടോ. ഇതെല്ലാം ആ ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതാണ് കേട്ടോ. എല്ലാം ആ ഓപ്ഷനിലെ ആൻസർ ആണ്. ഞാൻ ഒന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ തന്നിരിക്കുന്നത് അത് മാത്രമാണ് ഇങ്ങോട്ട് എടുത്തു തരുന്നത് കേട്ടോ. നദിക്ക് ദീപവതി, ധുനി, സ്രോതസ് നദിയുടെ പര്യായ പദങ്ങളാണ്. പിന്നെ നമ്മൾ ഏതാണ് പഠിച്ചത്? ശത്രു ഉണ്ട് അല്ലെ. ശത്രു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 38/23 ശത്രുവിന് നമുക്ക് വേറൊരു പദം കൂടി പര്യായ പദം പറയാം. ഏതാണ്? വൈരി ഇല്ലേ. നമ്മുടെ ശത്രുവാണ് അവരെന്ന് പറയില്ലേ, നമുക്ക് അതിനെന്ത് പറയാം? അവർ നമ്മുടെ വൈരിയാണ് എന്ന് പറയാം അല്ലെ. ശത്രു എന്ന് പറഞ്ഞാൽ എന്താണ്? വൈരിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ പഠിച്ചത് മഞ്ഞിന് പര്യായ പദങ്ങൾ നമ്മൾ പഠിച്ചു. ഹിമം, നിഹാരം, തുഖിനം. ഹിമം, നിഹാരം, തുഖിനം പഠിച്ചു. ഇനി ലജ്ജയ്ക്ക് വ്രീള, മന്ദാക്ഷം, ത്രഭ. പട്ടണം പറഞ്ഞാൽ എന്താ? പത്തനം അല്ലെ. പത്തനം പട്ടണമാണ്. ഭൂമി എന്ന അർത്ഥം വരുന്ന ഒരു പദമാണ് ഇള. ഇള എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കറിയാം നിള എന്ന് പറഞ്ഞാൽ നദിയാണ് അല്ലെ. നിള നദിയാണ്. അപ്പൊ ഇള എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. മനസ്സയ്ക്ക് പര്യായങ്ങളാണ് ജഗത്ത്, ഗൗരി, നിത്യ പത്മാവതി, വിഷഹര. മനസ്സയാണ്. അച്ഛൻ ജനകനാണ്, ജനയിതാവാണ്. മനസ്സിലായോ? കരി ഇൻകാലം കരിയാണ്. സ്വർണത്തിന്റെ പര്യായ പദങ്ങളാണ് ഹേമം, ഹിരണ്യം, ഹേമം, ഹിരണ്യം, ഹേമകം. ഇനി മോതിരത്തിന് എന്തൊക്കെ പറയാം? അങ്കുലീയം. അങ്കുലീയം പറഞ്ഞാൽ വിരലിലാണ്, വിരല് അങ്കുലീയം. അതേപോലെ ഊർമിക. ഊർമിക എന്ന് പറഞ്ഞാൽ എന്താണ്? മോതിരത്തിന് പര്യായ പദങ്ങളാണ്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോ മോതിരത്തിന് പര്യായ പദങ്ങളാണ് അങ്കുലീയം, ഊർമിക. കുതിരയുടെ പര്യായ പദങ്ങളാണ് ഗോഡകം. കുതിരയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ഗോഡകം, 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 കുതിര, ഗോഡകം. വാജി അത് നമുക്ക് കിട്ടും. തുരകം എന്ന് പറഞ്ഞാലും കുതിരയാണ്. രാത്രിക്ക് പര്യായ പദങ്ങളാണ് നിശ, ത്രിയാമ, ക്ഷണത, ക്ഷണത. അത് മൂന്നെണ്ണം കേട്ടോ. നിശ, ത്രയാമ, ക്ഷണത രാത്രിയുടെ പര്യായ പദങ്ങളാണ്. നദിക്കാണ് ദീപവതി, ധുനി, സ്രോതസ്. ശത്രുവിനാണ് വൈരി. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഏതാണ് വരിക? മിടുക്കർ അല്ലെ. മിടുക്കർ എന്ന് പറയുമ്പോൾ അതിൽ ആര് വരും? പെൺകുട്ടികളും വരും, പിന്നെ ആർക്കും വരാം? ആൺകുട്ടികൾക്കും വരാം അല്ലെ. മിടുക്കരാണ് അവര് എന്ന് പറയില്ല. അതിൽ പെൺകുട്ടികളും മിടുക്കരായാലും പെടും, ആൺകുട്ടികളും വരും. എന്നാൽ വൈദ്യർ, പണിക്കർ, ശൂദ്രർ എല്ലാം പൂജക ബഹുവചനത്തില് വരുന്നതാണ്. പഠിച്ചു വെക്കണം കേട്ടോ. അതെ, ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഇതൊക്കെ പ്രീവിയസ് ആണ്. പൂജക ബഹുവചനത്തിൽ വരുന്നതാണ്. വൈദ്യർ, പണിക്കർ, ശൂദ്ര. എന്താ പൂജക ബഹുവചനം? ഒരാളെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദമാണ് പൂജക ബഹുവചനം. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏതാണ്? അമരം പിടിക്കുക എന്ന ശൈലി ഏതാണ് വരിക? ആൻസർ വഴി കാണിക്കുക എന്നതാണ് കേട്ടോ. അമരം പിടിക്കുക എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏതാണ്? വഴി കാണിക്കുക, അമരം പിടിക്കുക. അമരം പിടിക്കുക എന്ന ശൈലി പറഞ്ഞാൽ എന്താണ്? വഴി കാണിക്കുക. എങ്കില് നമുക്ക് ഇവിടുത്തെ ഇത്രയും പ്രീവിയസ് ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ. ധനാശി പാടുക എന്താണ് ശൈലി? ധനാശി പാടുക കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഓൾറെഡി എഴുതി വെച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3, 6, 7, 8 മുൻകാല ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന്, അതായത് പറയാൻ കിട്ടുന്നില്ലെങ്കിലും അത് ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ഇതിൽ പെർഫെക്റ്റ് ആണ് കേട്ടോ. ധനാശി പാടുക എന്താണ്? അവസാനിപ്പിക്കുക അല്ലെ. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ
അവസാനിപ്പിക്കുക ആണ്. വഴിയാധാരമാകുക, വഴിയാധാരമാകുക എന്ന ശൈലി എന്താണ്? ആശ്രയം ഇല്ലാതാക്കുക, ആശ്രയം, ആശ്രയം ഇല്ലാതാക്കുക. ഓക്കെ. ഉട്ടോപ്യ, ഉട്ടോപ്യ എന്ന് പറഞ്ഞ ശൈലി എന്താണ്? പ്രായോഗികമല്ലാത്തത്. ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ലാത്തത്. ഇനി ഒരു കൈ നോക്കുക, നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഒരു കൈ നോക്കണം എന്ന് പറയും അല്ലേ? കൈ നോക്കാനല്ല പറയുന്നത് അല്ലെ, ഒരു കൈ നോക്കിയാലോ എന്ന് പറയും അല്ലേ? എന്താ ഒരു കൈ നോക്കുക എന്ന് പറഞ്ഞാൽ? പരീക്ഷിക്കുക. എന്താണ്? ഒരു കൈ നോക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കലാണ്, പരീക്ഷിക്കുക. അടുത്തത് അടയുടെ ഉള്ളിലൊരു പെരുമ്പട, അടയുടെ ഉള്ളിലൊരു പെരുമ്പട. എന്താ അത് പറഞ്ഞാൽ? എന്താണ്? തേനീച്ചക്കൂടാണ് കേട്ടോ. തേനീച്ചക്കൂട് അല്ലെ, അറിയാം. തേനാവുമ്പോ എന്താ? മധുരം അല്ലേ? അതിന്റെ ഉള്ളിലൊരു പെരുമ്പട, തേനീച്ചക്കൂട്. അകത്തു കടത്തുക എന്ന ശൈലി, അകത്തു കടത്തുക എന്ന് പറഞ്ഞാൽ, അകത്തു കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അകത്തെടുത്ത് പറഞ്ഞാൽ ഉള്ളിലേക്ക് നമ്മൾ വേഗം ഇപ്പൊ എന്ത് പറയും? നമ്മുടെ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് പറയും? ആ ഉള്ളിലേക്ക് പ്രവേശിക്കണേനെയാണ് അകത്ത് കടത്തുക എന്ന ശൈലി. പക്ഷെ അതല്ല മക്കളെ, അകത്ത് കടത്തുക എന്ന ശൈലി എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാണ് അല്ലെ. നമ്മൾ എന്ത് ചോദിക്കാം? അകത്തേക്ക് കടത്തിയാ കുറെ എന്ന് ചോദിക്കും അല്ലേ? അകത്ത് കടത്തിയില്ലേ എന്ന് ചോദിക്കും. എന്താണ്? ആ ഉള്ളിലേക്ക്, വയറിനുള്ളിലേക്ക് കുറെ കടത്തിയില്ലേ എന്ന് ചോദിക്കുന്നതാണ്. അകത്ത് കടത്തുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്നതാണ്. കൊച്ചു കണ്ടവൻ അച്ചി വേണ്ട, കൊച്ചു കണ്ടവൻ അച്ചി വേണ്ട എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എന്താണ്? കൊച്ചിയുടെ മഹാത്മ്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കൊച്ചിയുടെ മഹാത്മ്യം, കൊച്ചിയുടെ മഹാത്മ്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അടുത്തത് യഥാശക്തി എന്ന അർത്ഥം വരുന്നതിന്റെ പഴഞ്ചൊല്ല് എന്താ വരും? യഥാശക്തി, യഥാശക്തി. എന്താണ്? യഥാശക്തി എന്ന് പറഞ്ഞാൽ ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. എന്താണ്? ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം കേട്ടോ. ഇതാണ്. ഇതൊന്നും കിട്ടില്ല അല്ലെ അവിടെ എത്തുന്ന സമയത്ത്. യഥാശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം. അപ്പൊ ഒന്നും കൂടി നമുക്ക് നോക്കാം. അമരം പിടിക്കുക എന്ന ശൈലി എന്താണ്? വഴി കാണിക്കുക എന്നതാണ്. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. വഴിയാധാരമാകുക, ആശ്രയം ഇല്ലാതാക്കുക. ഉട്ടോപ്യ, പ്രായോഗികം അല്ലാത്തത്. ഒരു കൈ നോക്കുക, പരീക്ഷിക്കുക. അടയുടെ ഉള്ളിൽ ഒരു പെരുമ്പട, തേനീച്ചക്കൂട്. അകത്തു കടത്തുക, ഭക്ഷിക്കുക. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊച്ചിയുടെ മഹാത്മ്യം. യഥാശക്തി, ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം. അടുത്തത് കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? പിപാസു ആണ് കേട്ടോ. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താണ്? പിപാസു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. എങ്കിൽ നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കാം. എത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന നോക്കുക. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും നിങ്ങൾ കാണും. അന്ന് ഇത് തെറ്റിക്കാൻ പാടില്ല. ഇതിന്റെ ആൻസർ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം കേട്ടോ. അപ്പൊ ഇതെല്ലാം കണ്ടോ, 21 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഫുള്ളും ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇന്നിപ്പോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒറ്റപ്പദമാണ് കേട്ടോ. ഒറ്റപ്പദമാണ്. നോക്കിക്കേ, ദാനമായി സ്വീകരിക്കുക. എന്താണ് അതിന്റെ ഒറ്റപ്പദം? ദാനമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറ്റപ്പദം പ്രതിഗ്രഹം ആണ്. എന്താണ്? പ്രതിഗ്രഹം. ദാനമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഗ്രഹം, പ്രതിഗ്രഹം. ഇനി പയസിന്റെ കടൽ. എന്താ ഒറ്റപ്പദം? പയസിന്റെ കടൽ. പയോദതിയാണ് കേട്ടോ. പയോദതി. പയസിന്റെ കടൽ എന്താണ്? പയോദതിയാണ്. സമാനമായ പതിയോട് കൂടിയവൾ. എന്താണ്? സമാനനായ എന്നാണ് കേട്ടോ. സമാനനായ പതിയോട് കൂടിയവൾ ആരാണ്? സപത്നിയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നല്ല കൺഫ്യൂഷൻ വരുന്നുണ്ട്. സമാനനായ പതിയോട് കൂടിയവൾ സപത്നി. ആരാണ്? സപത്നി. കൂപമണ്ഡുകം. എന്താണ് കൂപമണ്ഡുകം? ലോക പരിജ്ഞാനം ഇല്ലാത്തവൻ അല്ലെ. ലോക പരിജ്ഞാനം
ഇല്ലാത്തവൻ ആണ് ആര്? കോപമണ്ഡൂകം. ബിബിൽസ, എന്താ ബിബിൽസ? ഭേദിക്കാനുള്ള ആഗ്രഹം. എന്താണ്? ഭേദിക്കാനുള്ള ആഗ്രഹം ആണ് ബിബിൽസ എന്ന് പറയുന്നത്. കുടിക്കാനുള്ള ആഗ്രഹം പിപാസു, ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷു, ഭേദിക്കാനുള്ള ആഗ്രഹം ബിബിൽസ. ഭക്ഷിക്കുന്നവൻ, ഭക്ഷിക്കുന്നവൻ എന്ന അർത്ഥം ആരാണ്? ഭക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ എന്ത് വരും? ഘാതകനാണ് കേട്ടോ. ഭക്ഷിക്കുന്നവൻ ആരാണ്? ഘാതകനാണ്. ആരാണ്? ഘാതകനാണ്. നഖം ആണ് കേട്ടോ ഭക്ഷിക്കുക. ഭക്ഷിക്കുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നഖം കടിക്കരുത് എന്ന് പറയും അല്ലേ? അല്ലെ, നഖം നമ്മള് കൈയൊക്കെ നഖം ഉണ്ടാകാൻ പാടില്ല, വൃത്തിയായിട്ടിരിക്കണം പറയില്ലേ? ഭക്ഷിക്കുക. അപ്പൊ ഈ ഘായാണെന്ന് പറയാം. എന്നാൽ ഈ ഘാതകൻ ഉണ്ട് അല്ലെ, ഈ ഘ അല്ലെ, ഘടികാരത്തിലെ ഘാതകൻ എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്ന അർത്ഥത്തിലാണ് അല്ലെ. അപ്പൊ അത് ശ്രദ്ധിക്കണം. സാധനങ്ങൾ വിൽക്കുന്ന ആൾ, സാധനങ്ങൾ വിൽക്കുന്ന ആൾ, അതിന്റെ ഒറ്റപ്പദം വിക്രേതാവാണ് കേട്ടോ. വിക്രേതാവ്, സാധനങ്ങൾ വിൽക്കുന്ന ആൾ വിക്രേതാവ്. അയക്കുന്ന വ്യക്തി, അയക്കുന്ന വ്യക്തി പ്രേഷിതാവാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അയക്കുന്ന ആള് പ്രേഷിതാവാണ്. അയക്കുന്ന ആളാരാണ്? പ്രേഷിതാവ്. പ്രേഷിതാവ്. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, കണ്ടോ ചോദ്യം വന്നത് കണ്ടോ? 21. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു അല്ലെ, അതിപ്പോ നമ്മൾ പഠിച്ചതാണ്. പിപാസു. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികമാണ്. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം. ഋഷിയെ സംബന്ധിച്ചത് ആശം. ഋഷിയെ സംബന്ധിച്ചത് ആശം. ദർശനത്തെ സംബന്ധിക്കുന്നത്, ദർശനത്തെ സംബന്ധിക്കുന്നത് ദാർശനികം. ദാനമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഗ്രഹമാണ്. പയസിന്റെ കടൽ പയോദതിയാണ്. സമാനനായ പതിയോട് കൂടിയവൻ സപത്നിയാണ്. കോപമണ്ഡുകം പരിജ്ഞാനമില്ലാത്തവനാണ്. ബിബിൽസ ഭേദിക്കാനുള്ള ആഗ്രഹമാണ്. ഭക്ഷിക്കുന്നവൻ ഘാതകനാണ്. സാധനങ്ങൾ വിൽക്കുന്ന ആളെ വിക്രേതാവ് എന്ന് പറയും. അയക്കുന്ന വ്യക്തിയെ പ്രേഷിതാവ് എന്ന് പറയുന്നു. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ പിപാസു എന്ന് പറയുന്നു. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികമാണ്. ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷമാണ്. ദർശനത്തെ സംബന്ധിക്കുന്നത് ദാർശനികമാണ്. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങൾ ആക്കുക. 10, 15 ഘടകപദങ്ങൾ ആക്കുന്ന സമയത്ത് അതിനെ 10, 15 എന്നായി മാറും. 10, 15 എന്ന് പറഞ്ഞാൽ 10, 15, 10, 15, 10, 15, 10, 15 എന്ന പദങ്ങൾ ഇങ്ങനെയാണ് ഘടകപദമാക്കുക. പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കാം. പക്ഷി മൃഗാദികൾ എങ്ങനെ ഘടകപദങ്ങളാക്കും? പക്ഷി എന്താണ്? പക്ഷി മൃഗാദികൾ. പക്ഷി, പിന്നെ മൃഗം, ആദി ആയവ. ആദി ആയവ ഇങ്ങനെയാണ് ഘടകപദമാക്കുക കേട്ടോ. പക്ഷി, മൃഗം, ആദി ആയവ, പക്ഷി മൃഗാദികൾ. അബ്ജദളാക്ഷൻ, അബ്ജദളാക്ഷൻ എങ്ങനെ വരും? അബ്ജദളം, അബ്ജദളം പോലെ, അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവൻ. അക്ഷിയുള്ളവ, അക്ഷി പറഞ്ഞാ കണ്ണ് അല്ലെ, അക്ഷി ഉള്ളവൻ. താമര അല്ലെ, അബ്ജദളം പോലെയുള്ള അക്ഷി ഉള്ളവൻ അബ്ജദളാക്ഷൻ. സമുച്ചയാർത്ഥത്തിൽ, സമുച്ചയാർത്ഥത്തിൽ എങ്ങനെയാക്കും? രൂപഭാവങ്ങളാണ് കേട്ടോ. എന്താണ്? രൂപഭാവങ്ങൾ ആണ് എന്ത് പറയുന്നത്? സമുച്ചയാർത്ഥത്തിൽ എന്ന് പറയുന്നത്. മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല. മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല. അപ്പൊ ഇവിടെ ഒരു ഘടകപദം ആക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ ചേർക്കേണ്ട പദം എന്താ? ഇതിന്റെ ഇടയിൽ ചേർക്കണം ഒരു പദം. മഴ പെയ്തു ഉഷ്ണം, നമ്മൾ അങ്ങനെയാണോ പറയാ? മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല അങ്ങനെ പറയോ? ഇല്ല അല്ലെ. അതിന്റെ ഇടയിൽ ഒരു ഘടകപദം ചേർക്കണം. എങ്ങനെ വരും? മഴ പെയ്തു, മഴ പെയ്തു എങ്കിലും, ഇവിടെ എന്താണ് വരേണ്ടത്? എങ്കിലും ഉഷ്ണം ശമിച്ചില്ല. അപ്പൊ ഈ ഘടകപദം ഇവിടെ ഏതാണ്? എങ്കിലും എന്നാണ് കേട്ടോ. മഴ പെയ്തു എങ്കിലും ഉഷ്ണം ശമിച്ചില്ല. മനസ്സിലായോ? നാടകം വാചിക പ്രധാനമാണ്. കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. എങ്ങനെ ഇതിനെ ഘടകപദം ചേർത്തിട്ട് കറക്റ്റ് സെന്റൻസ് ആക്കി മാറ്റും? നാടകം വാചിക പ്രധാനമാണ്. കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത്? നാടകം, ഇവിടെ ശ്രദ്ധിച്ചോ, നാടകം വാചിക
പ്രധാനമായിരിക്കെ നാടകം വാചിക പ്രധാനമായിരിക്കേ ഇങ്ങനെയാണ് കേട്ടോ. നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളത് ആണ്. മനസ്സിലായോ? എന്താ ഇവിടെ ഞാൻ ഇട്ടത് അത് അതുപോലെ ആണ് കേട്ടോ. അതുകൊണ്ടാണ് നാടകം വാചിക പ്രധാനമാണ് എന്നല്ല, നാടകം വാചിക പ്രധാനമായിരിക്കെ. ഇവിടെ ഏതാണ് വന്നത് ഘടകം? ആയിരിക്കെ എന്നുള്ളതാണ് അല്ലെ. ആയിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളത് ആണ്. മൺകലം എങ്ങനെ അതിനെ ഘടകപദങ്ങളാക്കാൻ പറ്റും? മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലം. എന്താണ്? മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലം ആണ് മൺകലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. പക്ഷി മൃഗാദികൾ ഘടകപദമാക്കുമ്പോൾ പക്ഷി, മൃഗം, ആദി ആയവ. അബ്ജദളാക്ഷൻ അബ്ജദളം പോലെയുള്ള അക്ഷി ഉള്ളവനാണ് അബ്ജദളാക്ഷൻ. അക്ഷി കണ്ണാണ്. സമുച്ചയാർത്ഥത്തിൽ അതായത് രൂപഭാവങ്ങളെയാണ് സമുച്ചയാർത്ഥത്തിൽ. മഴ പെയ്തു ഉഷ്ണ ശമിച്ചില്ല, അതിന്റെ ഇടയിൽ ചേർക്കുന്ന ഘടകപദം എങ്കിലും ആണ്. മഴ പെയ്തു എങ്കിലും. പിന്നെ നാടകം മനസ്സിലായല്ലോ. മൺകലം മണ്ണ് കൊണ്ടുണ്ടാക്കിയ കലം. അടുത്തത് ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ എന്താണ്? ടിറ്റ് ഫോർ ടാറ്റ് ഉരുളയ്ക്ക് ഉപ്പേരി. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തു. ആ വർക്ക്ഔട്ട് ചെയ്തതിൽ ഇപ്പോൾ നമ്മൾ ഏതാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തത്? 172/25 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. 10 ചോദ്യങ്ങൾ എടുത്തു. അതിലെന്തായി? ഒരു 150ഓളം ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ടോപ്പിക് വൈസായി തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കണ്ടോ? ഇങ്ങനെ നമ്മൾ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്ക്ഔട്ട് ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ഗുണമാകും. നല്ല 10 മാർക്ക് നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.